ഇന്ന് നമുക്ക് പച്ചക്കറിയൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികളെ അത് കഴിപ്പിക്കാനുള്ള ഒരു റെസിപ്പി കാണിക്കാം. ആദ്യം തന്നെ ഒരു ചോപ്പർ എടുത്തിട്ട് അതിലേക്ക് ഒരു ചെറിയ സൈസ് കോളിഫ്ലവറിൻ്റെ പകുതി ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ. കഴുകി വൃത്തിയാക്കിയതിന് ശേഷം 1 മിനിറ്റ് തിളപ്പിച്ച വെള്ളത്തിലിട്ട് എടുത്ത കോളിഫ്ലവറാണ്. അതൊന്ന് ഇതുപോലെ ചോപ്പറിലിട്ടിട്ട് നന്നായിട്ട് ചോപ്പ് ചെയ്തിട്ട് എടുക്കാം. ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അതേ ചോപ്പറിലേക്ക് തന്നെ ഇഷ്ടമുള്ള പച്ചക്കറികളൊക്കെ ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ ഒരു ചെറിയ സൈസ് സവാളയുടെ ഒരു ചെറിയ പീസ് നമുക്ക് മാറ്റി വയ്ക്കാം. അത് ആവശ്യമുണ്ട്. ബാക്കിയുള്ള പീസെല്ലാം റഫായിട്ടൊന്ന് നമുക്ക് അരിഞ്ഞിട്ട് ചോപ്പറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ ഇടാം. ഒരു പച്ചമുളകും ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയും ഒരു ചെറിയ ക്യാരറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് തക്കാളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ചോപ്പറിലിട്ട് തന്നെ നന്നായിട്ട് ചോപ്പ് ചെയ്തിട്ട് എടുക്കാം. ചോപ്പറില്ലാന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്താലും മതി. നന്നായി ചെറിയ പീസുകളാക്കിയിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായി മിക്സാക്കി അവിടെ വെക്കുക. ഒരു പാനിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. നമ്മുടെ വെജിറ്റബിൾ മിക്സ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മുടെ വെജ് മസാല നമ്മുടെ ചാനൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഗരം മസാലയോ ചിക്കൻ മസാലയോ പാവ് ഭാജി മസാലയോ നിങ്ങൾക്ക് മസാലകളെ ഇഷ്ടം ഇട്ട് കൊടുക്കാം. ഫ്ലേവറിനനുസരിച്ചിട്ട് 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് മല്ലിയില ചെറുതാക്കിയിട്ട് അരിഞ്ഞിട്ടും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുക. നന്നായി വെന്ത് വരുന്നത് വരെ ഇത് ഒന്ന് വഴറ്റി കൊടുക്കുക. വെന്ത് കഴിഞ്ഞാൽ 1/2 ടീസ്പൂൺ ഒറിഗാനോ ഒരു ഫ്ലേവറിനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ ആയിട്ട് കടിക്കുമ്പോൾ ഒരു പിസയുടെ ഒരു ഫീലിംഗ് വരാനായിട്ടാണ് നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ വെജ് മസാല റെഡി ആയിട്ടുണ്ട്. ഇനി 1 കപ്പ് ഓട്സ് ഒരു ചെറിയ മിക്സി ജാറിലിട്ടിട്ട് നല്ല ഫൈനായിട്ട് തന്നെ ഇതുപോലെ പൊടിച്ചിട്ട് ഒരു ബൗളിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. 1 കപ്പ് ഓട്സിലേക്ക് 1/2 കപ്പ് കടലമാവും കൂടെ ഇട്ടിട്ട് അതൊന്ന് അവിടെ മാറ്റി വയ്ക്കുക. ഇനി ഒരു ചെറിയ മിക്സി ജാറിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന സവാളയുടെ പീസും 2 പച്ചമുളക്, 1/2 ഇഞ്ച് ഇഞ്ചി കഷ്ണം, ഒരു വലിയ കൈപ്പിടി മല്ലിയില, 1/4 കപ്പ് തൈര് ഇതെല്ലാം കൂട്ടി നല്ല ഫൈനായിട്ട് അരച്ചിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന പൊടികളിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം മിക്സി ജാറിലേക്ക് ഒഴിച്ചിട്ടൊന്ന് ചിറ്റിച്ചിട്ട് അതുകൂടെ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് പിന്നെ ആവശ്യത്തിനനുസരിച്ചിട്ട് വെള്ളം കൂടെ ചേർത്ത് ദോശ മിക്സിൻ്റെ പരുവത്തിൽ നന്നായിട്ട് ഇതുപോലെ മിക്സാക്കി എടുക്കാം. ഇത്തിരി കട്ടിയിൽ തന്നെ മിക്സാക്കിയിട്ട് കോരി ദോശത്തട്ടിലേക്ക് ഓരോ തവിയായിട്ട് ഒഴിച്ച് ദോശ പരത്തുന്നത് പോലെ തന്നെ പരത്തി കൊടുക്കാം. നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ആ മസാല വെജ് മസാല മിക്സ് ഇതിലേക്ക് മുകളിലേക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ചെറുതായിട്ട് പ്രസ് ചെയ്ത് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് മൊസറല്ല ചീസാണ് ഇത് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചതാണ്, അത് ഇട്ട് കൊടുക്കാം. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് അതിൻ്റെ സൈഡിലേക്കൊക്കെ ഒന്ന് നെയ്യൊന്ന് തൂവി കൊടുക്കാം. ഇനി ആ ചീസെല്ലാം ഉരുകുന്നത് വരെ മൂടി വെച്ചാൽ മതി. ഉരുകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തുറന്നിട്ട് നല്ല ഹൈ ഫ്ലെയിം ആക്കി വയ്ക്കാം. എന്നിട്ട് നല്ല അടിഭാഗമൊക്കെ ഒന്ന് നോക്കാം. നമുക്ക് മുരിഞ്ഞ് വരുന്നത് വരെ ആയി കഴിഞ്ഞാൽ ഇതുപോലെ കട്ട് ചെയ്ത് പീസാക്കി കുട്ടികൾക്ക് സ്നാക്ക് ബോക്സിലും ലഞ്ച് ബോക്സിലൊക്കെ വെച്ച് കൊടുക്കാം.